നമസ്കാരം. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെയേറെ മോശപ്രദമായ സമയത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. അപ്പം നിങ്ങൾ അനുഷ്ഠിക്കേണ്ട ചെറുതായിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ അതെങ്കിലും ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ കുറേയേറെ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഇപ്പോൾ ശുക്രദശയോ ബുധദശയോ ശനിദശയോ ആണ് കടന്നു പോകുന്നതെന്ന് വിചാരിക്കുക. 19 വർഷത്തെ മഹാദശയോ അത് 17 വർഷത്തെ ദശയോ അല്ലെങ്കിൽ 20 വർഷത്തെ ശുക്രദശയോ ആണെന്ന് വിചാരിക്കുക. ബാല്യമായാലും കൗമാരായാലും വാർദ്ധക്യമായാലും ആ ദശയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും ഈ ദശാകാലം 3 ആണെങ്കിൽ ദോഷപരിഹാരം ചെയ്യണം. ഈ ദശാകാലത്ത് മഹാമൃത്യുഞ്ജയ മന്ത്രജപം, മഹാമൃത്യുഞ്ജയം ജപിക്കാം. അതൊരു മന്ത്രം ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് വേണമെങ്കിൽ എടുത്തിട്ട് തനിയെ ജപിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. എന്നാലും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഗുരുവിൽ നിന്ന് ദീക്ഷയായിട്ട് എടുത്തിട്ട് മന്ത്രജപം നടത്താം. ദിവസം 336 ഒരു മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കാം. ഹോമം നടത്താം. നമുക്ക് മഹാമൃത്യുഞ്ജയ ഹോമം നടത്താം. ദിവ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സ്വാത്വികനായ ഒരു തിരുമേനിയെ വിളിച്ച് ഒരു കർമ്മിയെ വിളിച്ച് വരുത്തി നമുക്കത് ചെയ്യാം. അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ഒഴിവാക്കാൻ അത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഒരു ദൂരയാത്ര അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വലിയ പുറപ്പെടുകയാണ്, നഷ്ടങ്ങളോ തഷ്ടങ്ങളോ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് യാത്രകൾ പുറപ്പെടുന്നത് നല്ലതാണ്. വ്യാഴത്തിന് പ്രീതികരങ്ങളായിട്ടുള്ള കർമ്മങ്ങൾ, വ്യാഴാഴ്ച വ്രതം, വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, ഗുരുവായൂർ ക്ഷേത്ര ദർശനം, ഇങ്ങനെയുള്ള ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്താം. ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ നിത്യവും അനുഷ്ഠിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഭാഗ്യസൂക്തം നിത്യവും കാലഹോരയിൽ പാരായണം ചെയ്താൽ നല്ലതാണ്. സാമ്പത്തിക പുരോഗതി കൈവരിക്കാനായിട്ട് ബിസിനസ്സുകാരായിട്ടുള്ള മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർ ശനി പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ശനിയാഴ്ച ദിവസം വ്രതം എടുക്കുക, ശാസ്താ പൂജ ചെയ്യുക, ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുക. ഇത് നിരന്തരമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പം നിങ്ങളുടെ 4 ശനിയുടെ ദോഷങ്ങളൊക്കെ മാറും. ദുർഗാപൂജ, ശുക്രപ്രീതി കർമ്മങ്ങൾ ചെയ്യുക. ദുർഗാപൂജ വെള്ളിയാഴ്ച ദിവസം ദുർഗയ്ക്ക് പൂജ ചെയ്യുക. ദുർഗയ്ക്ക് ദുർഗാ ഭഗവതിയെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. ശത്രു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറാനും അകലാനും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ആദിത്യപ്രീതി വരുത്തുന്നതും വളരെ നല്ലതാണ്. ആദിത്യനും ഇതുപോലെ തന്നെ ശുക്രനായിട്ടുള്ള ദുർഗയൊക്കെ പ്രീതിപ്പെടുന്നതും അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ മഹാവിഷ്ണു പ്രീതിപ്പെടുന്നതും ഒക്കെ നിങ്ങൾക്ക് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്ക് ശനീശ്വര പ്രീതി വരുത്തുന്നതും ഒക്കെ വളരെ നല്ലതാണ്. അത് ചെയ്യാനായിട്ട് കുറച്ച് സമയം നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മാറ്റി വയ്ക്കുകയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ അല്ലെങ്കിൽ മാസത്തിലൊരു ദിവസമെങ്കിലും നമ്മൾ അതിന് വേണ്ട എല്ലാ വഴിപാടുകളും ഒരുമിച്ച് ചെയ്ത് ആ ഒരു ദോഷകർമ്മങ്ങൾ, ദോഷത്തിൻ്റെ ഫലങ്ങൾ കാഠിന്യം കുറയ്ക്കുക.